അതേപോലെ വണ്ടികളൊക്കെ വരുന്നതാണ് നിങ്ങൾക്ക് ശരിക്ക് ഒറിജിനൽ അടിപൊളിയായിട്ടുള്ള ലോറികൾ, പിന്നെ അതേപോലെ തന്നെ പ്രൈവറ്റ് ബസ്സുകൾ. ഹലോ ഫ്രണ്ട്സ്, ഞാൻ സയൻസിരുന്നപ്പോൾ പുതുപുത്തമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയിലെ ഏറ്റവും പുതിയ അപ്ഡേറ്റിൻ്റെ വീഡിയോ നമ്മൾ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഏറ്റവും പുതിയ അപ്ഡേറ്റിൽ നമുക്ക് കേരള ട്രാഫിക് മോഡ് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യാന്നുള്ള വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ഏറ്റവും പുതിയ കേരള ട്രാഫിക് മോഡ് അതേപോലെ തന്നെ ഏറ്റവും പുതിയ ബസ് സിമുലേറ്ററിൽ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് നമ്മളിന്ന് വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത്. വീഡിയോയിൽ കിടക്കും മുന്നേ ചാനൽ ആദ്യമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അതിന് നോട്ടിഫിക്കേഷൻ ഇവിടെ നമുക്ക് വീഡിയോ കളിക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള കേരള ട്രാഫിക് മോഡ് നമ്മുടെ ഏറ്റവും പുതിയ ബസ് സിമുലേറ്ററിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ സംഭവം ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ഒറിജിനൽ വീഡിയോയുടെ ലിങ്ക് താഴ്ത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഓപ്പൺ ചെയ്യുമ്പോൾ ആ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇതേപോലെ 2 ലിങ്ക് കാണാം. അതായത് ബസ് ID വേർഷൻ 4.3 APK, അതേപോലെ തന്നെ കേരള ട്രാഫിക് കണ്ണൂർ കോഴിക്കോട് എന്ന് പറഞ്ഞിട്ട് 2 ലിങ്കുകൾ കാണാം. അപ്പോൾ അതിൽ നമുക്ക് ആദ്യം തന്നെ APK ഡൗൺലോഡ് ചെയ്യണം. അതിന് ശേഷം നമ്മുടെ OBB ഫയൽ ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ ഇതിൽ കുറച്ച് ചെറിയൊരു പണിയുണ്ട്. അതായത് നമ്മുടെ APK ഡൗൺലോഡ് ചെയ്യാൻ ഡയറക്റ്റ് ഷെയർ മോഡ്സ് അല്ല. അപ്പോൾ ഒരു വെബ്സൈറ്റിൽ പോയിട്ട് അതിൽ നിന്ന് നമുക്ക് ഷെയർ മോഡ്സിലേക്ക് പോകണം. അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ലിങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ GP Links എന്നാണ് ഈ ഒരു ലിങ്കിൻ്റെ പേര്. ആ വെബ്സൈറ്റിൻ്റെ പേര് വരുന്നത് gplinks.co എന്നാണ്. അപ്പോൾ ഇവിടെ വെരിഫിക്കേഷൻ കഴിഞ്ഞ ശേഷം ഇതേപോലെ ലോഡായിട്ട് വരും. അപ്പോൾ ഇതേപോലെ ഒരു വെബ്സൈറ്റിലാണ് വരിക. അപ്പോൾ ഇവിടെ മുകളിൽ പ്ലീസ് വെയിറ്റ് 15 സെക്കൻഡാണ് വെയിറ്റ് ചെയ്യാൻ പറയുക. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് 15 സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നോക്കാം. അപ്പോൾ അതായത് നമ്മൾ 15 സെക്കൻഡ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ വെരിഫൈ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെരിഫൈ കൊടുക്കാം. അതിനുശേഷം സ്ക്രോൾ ഡൗൺ ടു കണ്ടിന്യൂ എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ അടിയിലേക്ക് പോയതിന് ശേഷം ഈ ഒരു കണ്ടിന്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. ആഡ് ചെയ്യുന്നത് ബാക്ക് അടിച്ച് കളയാം. പിന്നെയും നമുക്ക് ഒരു 15 സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ അതായത് നമ്മുടെ രണ്ടാമത്തെ 15 സെക്കൻഡ് ഇവിടെ കഴിയാതായിട്ട് അപ്പോൾ ഇവിടെ 3, 2, 1 അപ്പോൾ അതായത് അടുത്ത വെരിഫൈ ഇപ്പോൾ വരും. അത് നമ്മുടെ 15 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഇവിടെ വെരിഫൈ വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി വെരിഫൈ ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം അടിയിൽ പോയിട്ട് നേരത്തെ പോലെ തന്നെ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേപോലെ 3 പ്രാവശ്യം നമ്മൾ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് അടുത്ത 15 സെക്കൻഡ് ഇവിടെ ലോഡായി വരുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ 3 പ്രാവശ്യം ചെയ്താലും നമുക്ക് ഒറിജിനലായിട്ടുള്ള ലിങ്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ മൂന്നാമത്തെ 15 സെക്കൻഡാണ് ലോഡായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതായത് നമ്മുടെ മൂന്നാമത്തെ 15 സെക്കൻഡ് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് വെരിഫൈ ക്ലിക്ക് ചെയ്യാം. അതിന് ശേഷം നേരത്തെ പോലെ തന്നെ താഴത്തേക്ക് സ്ക്രോൾ ചെയ്തതിന് ശേഷം കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ നമ്മുടെ GP Linksൻ്റെ ശരിക്കുള്ള വെബ്സൈറ്റ് ലോഡായി വന്നു. അപ്പോൾ ഇവിടെ 3 സെക്കൻഡ് വെയിറ്റ് ചെയ്യണം. അതിനുശേഷം ഇവിടെ ഗെറ്റ് ലിങ്ക് കൊടുക്കുക. അപ്പോൾ അതിൽ ആഡൊക്കെ വരും. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ച് കളയുക. അതിനുശേഷം നമ്മുടെ ഒറിജിനലായിട്ടുള്ള നമ്മുടെ ഷെയർ മോഡ്സിൻ്റെ ഫയൽ നമുക്ക് കിട്ടിയത് ബസ് ID APK വേർഷൻ 4.3 KBC കണ്ണൂർ എന്ന് പറഞ്ഞിട്ട് സിപ്പ് ഫയലാണ്. അപ്പോൾ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. അവിടെ ക്രിയേറ്റ് ഡൗൺലോഡ് ലിങ്ക് കൊടുക്കുക. അപ്പോൾ നമ്മൾ സാധാരണ ഷെയർ മോഡ്സിന് ഡൗൺലോഡ് ചെയ്യുന്ന പോലെ തന്നെ 3, 2, 1 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ലോഡായിട്ട് വരും. അപ്പോൾ ഈ ഡൗൺലോഡ് ലിങ്ക് ഇസ് റെഡി എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇതേപോലെ പേജ് ലോഡായി വരും. അതിൽ ഏറ്റവും അടിയിൽ സ്റ്റാർട്ട് ഡൗൺലോഡ് ഉണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ആഡ് വരുമ്പോൾ ഇതേപോലെ ബാക്ക് അടിച്ച് കളയാം. അപ്പോൾ നമ്മുടെ ഡൗൺലോഡ് ഫയൽ ഇപ്പോൾ ഡൗൺലോഡായി തുടങ്ങിയിട്ട് അപ്പോൾ ഏകദേശം 331 MB ആണ് സൈസ് ഉള്ളത്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് നമ്മുടെ OBB ഫയലും നമുക്ക് ആ വീഡിയോയുടെ താഴത്ത് ഞാൻ നേരത്തെ കാണിച്ചു തന്നു. അപ്പോൾ ഇതേപോലെ തന്നെ ഡൗൺലോഡ് ചെയ്യണം. OBB ഫയൽ എന്ന് പറയുന്നത് ഇതാണ്, കേരള ട്രാഫിക് കണ്ണൂർ കോഴിക്കോട് എന്ന് പറഞ്ഞിട്ടൊരു OBB ഒരു ലിങ്ക് കാണാം. നമ്മുടെ GP Links തന്നെയാണ് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യേണ്ടി വരും നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ. അപ്പോൾ ഇതേപോലെ നമുക്ക് വെബ്സൈറ്റ് ലോഡായിട്ട് വരും 15 സെക്കൻഡ്. അതേപോലെ 3 പ്രാവശ്യം നമുക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് ശേഷമാണ് നമുക്ക് നമ്മുടെ OBB ഫയൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഫുള്ളായിട്ട് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഞാൻ ഒന്ന് കാണിച്ചു തരാം. OBB ഫയൽ അപ്പോൾ ഇതിന് ഏകദേശം 171.5 MB ആണ് ഇതിന് വരുന്നത്. അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് എക്സ്ട്രാക്ട് ചെയ്ത് നമുക്ക് ഇതിൽ പേസ്റ്റ് ചെയ്യേണ്ട സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഫുള്ളായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ട്രാഫിക്, അതായത് കേരള ട്രാഫിക് ഇൻസ്റ്റാൾ ചെയ്യണം മുന്നേ നമ്മൾ എന്തായാലും ചെയ്യേണ്ട ഒരു സംഭവമാണ്. അതായത് നമ്മുടെ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ നമ്മൾ പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്ത ആ ഒരു വേർഷൻ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയണം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ അൺഇൻസ്റ്റാൾ ചെയ്യാണ്. പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്ത വേർഷനിൽ നമുക്ക് ഈ ഒരു കേരള ട്രാഫിക് വർക്കാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു APK ഫയൽ ഡൗൺലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി നമ്മുടെ പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ജസ്റ്റ് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക. അപ്പോൾ ഇനി നമുക്ക് ഇതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കാം നമ്മുടെ കേരള ട്രാഫിക്. അപ്പോൾ അതായത് നമ്മുടെ 2 ഫയലുകൾ ഇവിടെ ഡൗൺലോഡായി കിടക്കുന്നുണ്ട്. അതായത് നമ്മുടെ ട്രാഫിക് ഫയലും അതേപോലെ തന്നെ APK ഫയലും. അപ്പോൾ ഞാൻ ജസ്റ്റ് APK ആദ്യം ജസ്റ്റ് ക്ലിക്ക് ചെയ്യാണ്. അതിനുശേഷം എക്സ്ട്രാക്ട് ഫയൽസ് ടു കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് എക്സ്ട്രാക്ട് ചെയ്യാം. ജസ്റ്റ് ഇപ്പോൾ അലാംസ് എന്ന് പറഞ്ഞ ഫോൾഡറിലാണ് എക്സ്ട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന ഫോൾഡറിൽ ചെയ്യണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് എവിടെയാണ് എക്സ്ട്രാക്ട് ചെയ്യാൻ ഇഷ്ടം എന്ന് വെച്ചാൽ അവിടെ ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ നമ്മുടെ മൊബൈലിലെ ഫയൽസ് സാധാരണ ചെയ്യുന്ന പോലെയാണ് എക്സ്ട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ അതായത് നമ്മളിപ്പോൾ APK ജസ്റ്റ് എക്സ്ട്രാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തിടാം. അപ്പോൾ ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഇൻസ്റ്റാൾ വരും, ഇൻസ്റ്റാൾ ചെയ്യുക.
അപ്പോൾ നമ്മുടെ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ ഇവിടെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ സാധാരണ നമ്മുടെ ഈ ചെയ്യുന്ന പോലെ വൈറ്റ് സ്ക്രീനാണ് വരിക. അതായത് നമ്മുടെ കേരള ട്രാഫിക് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന പോലെ. അപ്പോൾ നമ്മളിവിടെ ലോ എടുക്കുകയാണ്. അപ്പോൾ ഇവിടെ മലിയോ എന്ന് പറഞ്ഞിട്ട് ലോഡായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത്ര ലോഡാവുള്ള കാരണം ബാക്കിയൊന്നും വരില്ല, ഫുള്ള് വൈറ്റ് സ്ക്രീനായിട്ട് നിൽക്കും. അപ്പോൾ ഇനി ബാക്കി എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ OBB ഫയൽ നേരത്തെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തിട്ടുണ്ടായില്ല. അപ്പോൾ ആ ഒരു ഫയൽ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ആ ഒരു OBB ഫയൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എക്സ്ട്രാക്ട് ഫയൽസ് ടു കൊടുക്കുക. അപ്പോൾ ഏതെങ്കിലും ഒരു ഫോൾഡറിൽ എക്സ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ജസ്റ്റ് അലാംസിൽ തന്നെയാണ് എക്സ്ട്രാക്ട് ചെയ്യുന്നത്. ഏത് ഫോൾഡറിൽ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ എക്സ്ട്രാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ സെറ്റ് ആർച്ചീവ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യണം. അതേപോലെ തന്നെ ഈ ഒരു എക്സ്ട്രാക്ട് ചെയ്ത് ഏത് ഫോൾഡറിലാണ് നിങ്ങൾക്ക് ഓർമ്മ ആയിരിക്കണം. ഞാൻ ജസ്റ്റ് ഇപ്പോൾ അലാംസിലാണ് എക്സ്ട്രാക്ട് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ സെറ്റ് ആർച്ചീവ് ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമ്മുടെ സെറ്റ് ആർച്ചീവ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ ഏത് ഇതിലാണ് എക്സ്ട്രാക്ട് ചെയ്തത്, അതായത് ഏത് ഫോൾഡറിലാണ് എക്സ്ട്രാക്ട് ചെയ്തത് അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഞാൻ ജസ്റ്റ് അലാംസ് ഓപ്പൺ ചെയ്തു. അതിനുശേഷം നമ്മുടെ ഈ ഒരു ട്രാഫിക്കിൻ്റെ ആ ഒരു ഫയൽ ഓപ്പൺ ചെയ്യുക, അതായത് OBB ഫയൽ. അപ്പോൾ ഇതിൽ ഇതേപോലത്തെ ഒരു മെയിൻ ഫയൽ കാണാം. അപ്പോൾ നമുക്ക് ഈ ഒരു OBB ഫയൽ നമ്മുടെ ബസ് സിമുലേറ്ററിൽ പേസ്റ്റ് ചെയ്യണം. അതിനായിട്ട് ഈ ഒരു ഫയൽ അമർത്തി പിടിക്കുക. അതിനുശേഷം കട്ടെല്ലാം കോപ്പി ചെയ്യുക. ഞാൻ ജസ്റ്റ് ഇപ്പോൾ കോപ്പി ചെയ്യുകയാണ്. അതിനുശേഷം മുകളിലത്തെ ഈ ഒരു സംഭവം അമർത്തിയതിന് ശേഷം ഡിവൈസ് സ്റ്റോറേജ് എടുക്കുക. അതിൽ ആൻഡ്രോയിഡ് എടുക്കുക. അതിൽ OBB എന്ന് പറഞ്ഞ ഫോൾഡർ എടുക്കുക. അതിൽ നമ്മുടെ ബസ് സിമുലേറ്ററിൻ്റെ ഒരു ഫോൾഡർ കാണാം, അത് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഇവിടെ അടിയിൽ പേസ്റ്റിൻ്റെ ഒരു ബട്ടൺ കാണാം, അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫയൽ ഇതിൽ പേസ്റ്റായി. അപ്പോൾ ഇത്രയുള്ള സംഭവം നമ്മുടെ കേരള ട്രാഫിക്, നമ്മുടെ ഏറ്റവും പുതിയ ട്രാഫിക് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നമ്മുടെ ഗെയിം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ അതേ നമ്മുടെ ഗെയിം ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വൈറ്റ് സ്ക്രീനൊക്കെ മാറി തുടങ്ങി. നമ്മുടെ ഗെയിം ഇപ്പോൾ ലോഡായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ ലോഡായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഫുള്ള് ലോഡായതിനു ശേഷം ഒന്ന് ഓപ്പൺ ആകുമ്പോൾ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ലുക്ക്, നല്ല അടിപൊളി ലുക്കാണ്. നമ്മുടെ ഗാരേജിൻ്റെ ഒക്കെ ലുക്കൊക്കെ ടോട്ടൽ ആകെ മാറിയിട്ടുണ്ട്. പിന്നെ അതേപോലെ നമ്മുടെ പുതിയ അപ്ഡേറ്റിൽ വന്നാണ് ഈ ഒരു സംഭവം, അതായത് ബാക്കിൽ പരസ്യം വരുന്ന സംഭവം അതൊക്കെ പുതിയ അപ്ഡേറ്റിലാണ്. പിന്നെ അതേപോലെ മിനി ഗെയിംസ്, അപ്പോൾ അതൊക്കെ പുതിയ അപ്ഡേറ്റ് ആണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രീ മോഡ് എടുത്തിട്ട് നമ്മുടെ കേരള ട്രാഫിക് എങ്ങനെയുണ്ട് ഒന്ന് നോക്കാം. അപ്പോൾ ജസ്റ്റ് ഈ ഒരു മാപ്പ് എടുക്കുകയാണ്. അതേ നമ്മുടെ പുതിയ ലോഡിങ് സ്ക്രീനാണിത്. നിങ്ങൾ ഇന്നലത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റിൽ നമ്മുടെ ബസ് സിമുലേറ്ററിൻ്റെ ലോഡിങ് സ്ക്രീൻ ഇങ്ങനെയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ KBCയുടെ ട്രാഫിക് ആയതിൻ്റെ മുകളിൽ KBC കണ്ണൂരിൻ്റെ എഴുതിയത് കാണാൻ പറ്റും. അപ്പോൾ ഇനി ലോഡായതിനു ശേഷം ഞാൻ ജസ്റ്റ് ട്രാഫിക് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ സ്റ്റിയറിംഗ് വീലൊക്കെ നമ്മുടെ അശോക് ലൈലാൻഡിൻ്റെ പച്ച കളറാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ റോട്ടിലേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ട്രാഫിക് നമ്മുടെ വണ്ടികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മളിതേ റോട്ടിലേക്ക് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതേ അവിടെ നിന്ന് നമ്മുടെ കേരള വണ്ടികൾ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ അടുത്ത് പോയതിന് ശേഷം ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഏതൊക്കെ വണ്ടികളുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ കുറേ പ്രൈവറ്റ് ബസ്, അതേപോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള മോഡിഫൈഡ് ആയിട്ടുള്ള കുറച്ച് വണ്ടികൾ, അതായത് കളർഫുള്ളായിട്ടുള്ള കുറച്ച് വണ്ടികളൊക്കെ കാണുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബസ്സുകൾ, ലോറികളൊക്കെ അടിപൊളി ലോറിയായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് അതിനടുത്ത് പോയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഏറ്റവും പുതിയ കേരള ട്രാഫിക് മോഡ്. അതേപോലെ തന്നെ നമ്മുടെ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയിൽ. പിന്നെ FPS ഇപ്പോൾ നമുക്ക് പുതിയ ഗെയിമിൽ 60 FPS വരെ കിട്ടും. അപ്പോൾ അത്രയൊക്കെയാണ് നമ്മുടെ പുതിയ അപ്ഡേറ്റിലുള്ളത്. പിന്നെ അതുപോലെ തന്നെ കേരള ട്രാഫിക് മോഡ് ഈ ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റിൽ എങ്ങനെയാണ് ചെയ്യാമെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ അത്രയൊക്കെ ഉണ്ടായുള്ളത് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ. നമ്മുടെ ഈ ഒരു അപ്ഡേറ്റിൽ നമ്മുടെ കേരള ട്രാഫിക്കിൽ നമ്മുടെ കൊമ്പൻ ജസ്റ്റ് ഒന്ന് കയറ്റിയിട്ട്, ഇത് നമ്മുടെ കൊമ്പൻ്റെ ദാവൂദാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ലൈറ്റൊക്കെ വന്നിട്ട് കാണിച്ചു തരാം. ഇത്രയാണ് ലൈറ്റ് ഉള്ളത്. അതേപോലെ വണ്ടികളൊക്കെ വരുന്നതാണ് നിങ്ങൾക്ക് ശരിക്കും ഒറിജിനൽ അടിപൊളിയായിട്ടുള്ള ലോറികൾ, പിന്നെ അതുപോലെ തന്നെ പ്രൈവറ്റ് ബസ്സുകൾ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചൊന്ന് കാണിച്ചു തരാം.